ഒരു 2 ജൂനിയർ ഡെവലപ്പേഴ്സ് അവരവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് സെയിം കമ്പനിയിൽ സെയിം ഡേ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് വിത്ത് സിമിലർ സ്കിൽസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പൊ ഏകദേശം ഒരേ സ്കിൽ സെറ്റും മാർക്കും ഒക്കെ ആയിട്ടാണ് അവർ ഈ ഒരു കമ്പനിയിൽ വന്നത്. ഇനി ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ജേർണി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാള് സീനിയർ ലെവലിലേക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടിയ ഒരു സീനിയർ ഡെവലപ്പർ ആയി. എന്നാൽ മറ്റേ ആള് ഇപ്പോഴും ആ ഒരു ജൂനിയർ ലെവലിൽ നിന്നിട്ട് തന്നെയാണ് അവര് സ്റ്റക്കായി നിൽക്കുവാണ്. ഒരു പ്രൊമോഷൻ ഒന്നും അവർക്ക് വന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ഡിഫറൻസിന് കാരണം? നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലക്കോ ഓഫീസ് പൊളിറ്റിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റോ ടാലന്റോ സ്കിൽ ഡിഫറൻസോ അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ എക്സാക്ട് റീസൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരാൾ ഇപ്പോഴും ആ ഒരു ജൂനിയർ ലെവലിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ മറ്റേ ആള് ഒരു സീനിയർ ലെവലിലേക്ക് പ്രൊമോട്ടഡ് ആയത്? അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു 7 ഐഡിയാസ് കിട്ടും. നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് ജേർണിയിൽ, നിങ്ങളുടെ ഒരു കരിയർ ട്രജക്ടറിയിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, നമ്മൾ ഇതുപോലെ ടെക്നിക്കൽ വീഡിയോസ് ആണ്, അതുപോലെ കോഡിങ്ങും ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ഒക്കെയാണ് ഈ ഒരു ചാനലിൽ ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങളൊന്ന് എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. ഈ ചാനലിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, എന്റെ ഗ്രോത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് നിങ്ങളുടെ സപ്പോർട്ടാണ്. അത് കമന്റ്സിലൂടെ ആണെങ്കിലും ലൈക്കിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂസിലൂടെ ആണെങ്കിലും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ചാനലാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, നമുക്ക് ചുറ്റുമുള്ള ആ ഒരു ഹാഷ് റിയാലിറ്റി, ആ ഒരു ഹാഷ് ട്രൂത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡെവലപ്മെന്റ് വേൾഡില് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ എഴുതുന്ന ബെറ്റർ കോഡ് അല്ല നമ്മുടെ ഈ ഒരു പ്രൊമോഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ബെറ്റർ കോഡർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊമോഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്തിനെ ചിലപ്പോൾ ഒരു 30% വരെയേ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള 70% ഇരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഉള്ള ടീം മെമ്പർ ആണ് ഈ ഒരു റീസണിലായിരിക്കും കേട്ടോ. അത് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് ഡെവലപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതിൽ ഇൻക്രെഡിബിളി ടാലന്റഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ്, ഇപ്പം നമ്മൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഏത് അൽഗോരിതം നമ്മൾ അവർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ടാസ്ക് നമ്മൾ അവർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പറയില്ലേ, ഏത് ഉറക്കത്തിൽ വിളിച്ചുണർത്തിയാലും അവനത് പറയാൻ പറ്റുമെന്ന് പറയുന്നാലേ അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഒരു 3-4 വർഷം ഇങ്ങനെ സ്റ്റിൽ ആ ഒരു ജൂനിയർ റോളിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഇപ്പൊ ഡെവലപ്പേഴ്സ് ഒരു ആവറേജ് ടെക്നിക്കൽ സ്കില്ലുള്ള അവര് ഒരു 1.5-2 വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ പ്രൊമോട്ട് ആയി പോകുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രൊമോഷൻ, ഞാൻ ഒരു സ്മാർട്ട് പേഴ്സൺ ആണ്, ഞാൻ എന്റെ റൂമിലിരുന്ന് ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി എനിക്ക് തന്നിരിക്കുന്ന ടൈമിൽ എന്റെ വർക്ക് മാത്രം തീർത്ത് ടക്ക് ടക്ക് എന്ന് പോയാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ലെവലിലേക്ക് പ്രൊമോട്ട് ആവൂല. ഒരു ബെസ്റ്റ് കോഡർ എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്, ബെറ്റർ ആണ്. പക്ഷെ നമ്മുടെ കരിയർ ഗ്രോത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 20-30% ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ. നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളെ വാല്യുബിൾ ആക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ടീം മെമ്പർ ആണ് നിങ്ങളുടെ ആ ഒരു ടീമില്. അതായത് എന്താ പറയാ, ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് മാത്രമല്ല ഒരു അൾട്ടിമേറ്റ് ടീം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം സോൾവിംഗിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ടിന്റെ ആ ഒരു വർക്ക് ഫ്ലോ ബെറ്റർ ആക്കുന്നതാണെങ്കിലും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടോ, നിങ്ങളുടെ പോയിന്റ്സ് വരുന്നുണ്ടോ, നിങ്ങളുടെ സജഷൻസ് വരുന്നുണ്ടോ, നിങ്ങളുടെ സൊല്യൂഷൻസ് വരുന്നുണ്ടോ, നിങ്ങളുടെ ഹെൽപ്പ് വരുന്നുണ്ടോ. ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഒരാഴ്ച ഓഫീസിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ ഒരു ഇമ്പാക്ട് ആ ഒരു ഡെവലപ്മെന്റ് ടാസ്ക് അസൈൻമെന്റിൽ മാത്രമല്ലാതെ എല്ലാ ഏരിയയിലും നിങ്ങളുടെ ടീമിന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പൊ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബെറ്റർ ടീം മെമ്പർ ആണ്. നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് ബെറ്റർ കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ടീമിൽ. അപ്പം ഏറ്റവും അൾട്ടിമേറ്റ് ഒരു ബെറ്റർ ടീം മെമ്പർ ആകാൻ ഫസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒന്നാമതായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ബിഗ്ഗർ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു ഓണർഷിപ്പ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക. അതായത് ഒരു ഫാസ്റ്റ് ട്രാക്ക് ഡെവലപ്പേഴ്സ് അവരെ നമ്മൾ എടുത്താൽ അവരൊരിക്കലും അവരുടെ ഒരു ടാസ്ക് കംപ്ലീഷനിലായിരിക്കില്ല ഫോക്കസ് ചെയ്യുന്നത്. അവരെപ്പോഴും അവർ ചെയ്യുന്ന ആ ഒരു വർക്കിന്റെ ഔട്ട്കംസ് ഓൺ ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഒരു റെഗുലർ ജൂനിയർ ഡെവലപ്പേഴ്സ് അവർ ഇപ്പൊ നമുക്കാണെങ്കിൽ ഒരു ടാസ്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ചാൽ മതി. അവർ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, എങ്ങനെ ഞാൻ ഈ കോഡ് എഴുതാം, എങ്ങനെ ഇവർ പറയുന്ന പോലെ ഈ മോഡ്യൂൾ ഒന്ന് വർക്കാക്കി എടുക്കാം. ഈ 2 കാര്യമായിരിക്കും അവരുടെ മൈൻഡ് സെറ്റിൽ. അവരെപ്പോഴും ടെക്നിക്കൽ ലെവലിൽ നിന്ന്
ആലോചിക്കുക. പക്ഷേ ഒരു പ്രൊമോഷൻ റെഡി ഡെവലപ്പേഴ്സ് വരുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനീന്റെ തൊട്ട് മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിലെ സാറാണ് എനിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. സാറിനോട് എന്റെയും ഈ ഒരു ജൂനിയർ ലെവലിൽ തിങ്കിങ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഞാൻ സാർ ഒരു പ്രോബ്ലം പറയുമ്പോൾ ഒക്കെ എന്റെ മൈൻഡിൽ ഇങ്ങനെ കോഡ് ഓടിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ ചെയ്യാം, ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ജാവാസ്ക്രിപ്റ്റിൽ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം, ഈ ഇവന്റ് ചെയ്യാം, PHP ഇങ്ങനെ ചെയ്യാം, SQL ഈ ക്വറി ചെയ്യാം. നമ്മൾ ഈ ഞാൻ ഒരു പ്രോബ്ലം അവർ നമുക്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ടെക്നിക്കൽ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് ഒരു കസ്റ്റമറിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് വൺസ് ഈ ഒരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബിഗർ ലെവലിൽ ആക്ച്വലി നമ്മൾ എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യേണ്ടത്, എല്ലാ ടാസ്കുകളും ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആണല്ലോ. ആക്ച്വൽ യൂസേഴ്സ് ആരൊക്കെയാണ്, ഇതിന്റെ എഡ്ജ് കേസസ്, അതായത് നമ്മൾ ഈ കൊണ്ടുവരാൻ പോകുന്ന സൊല്യൂഷൻസുമായി ബ്രേക്ക് ആയാൽ ഇതിന്റെ ഒരു എഡ്ജ് കേസസ് എന്തൊക്കെയാണ്, ഇനി നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലെ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഈ കൊണ്ടുവരുന്ന പുതിയ മോഡ്യൂള് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഓണർ ലെവലിലേക്ക് മാറണം. ജസ്റ്റ് ഒരു കോഡർ എക്സിക്യൂട്ടറിൽ നിന്ന് നിങ്ങൾ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രോഡക്റ്റ് ഓണർ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന പ്രോബ്ലംസിനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആന്റിസിപ്പേഷൻ വരും. അതുപോലെ നിങ്ങൾ ബിസിനസ് ഇമ്പാക്റ്റുകളെ കൺസിഡർ ചെയ്യാൻ തുടങ്ങും. ജസ്റ്റ് ഒരു ടെക്നിക്കൽ ഇംപ്ലിമെന്റേഷനിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഓണർ ലെവലിലേക്ക് തിങ്ങി കൊണ്ടുവരിക. അതായത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ടാസ്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ എടുക്കുക. കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 30 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ഒരു ബിഗ്ഗർ പിക്ചർ, ഒരു ബിഗ്ഗർ ലെവലിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു ഓവറോൾ ഗോളിൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഫിറ്റിൻ ആകാൻ പോകുന്നത്. ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ടും എന്താ പറയാ, എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 2-3 പ്രാവശ്യം ഇങ്ങനത്തെ സ്മാർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ പറയാ, ഇപ്പൊ അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന സൊല്യൂഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ റൈസ് ചെയ്യുമ്പോൾ അവരിത് നോട്ട് ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് നോട്ട് ചെയ്താൽ അവരുടെ ഒരു മനസ്സിലുണ്ടാവും. നെക്സ്റ്റ് പ്രാവശ്യം, അതായത് ഒരു ഇയർ എൻഡ് ആവുന്ന സമയത്ത് പ്രൊമോഷൻ ഒക്കെ വരുമ്പോൾ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. അതായത് നിങ്ങളുടെ പ്രൊമോഷന്റെ ഏറ്റവും കീ പോയിന്റ് ആവാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ആക്ട് ആയിരിക്കും. അതായത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സൊല്യൂഷൻസും, നിങ്ങൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ഡെഫിനറ്റ് ആയിട്ടും അവരുടെ മൈൻഡിൽ ഉണ്ടാവും അവർ പ്രൊമോഷനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ലേണിംഗ് ആക്സിലറേഷൻ സ്ട്രാറ്റജിയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിച്ച ഒരു പൊസിഷനിൽ എത്തിയ ഒരാളെ അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലേണിംഗ് പാത്തും നമ്മുടെ ആ ഒരു ലേണിംഗ് പാത്തും രണ്ട് രീതിക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ലോ ഡെവലപ്പർ, അയാൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ കറന്റ് ജോബിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അയാൾ പഠിക്കാൻ ട്രൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അയാളുടെ കയ്യിലുണ്ടാവുള്ളൂ. പക്ഷെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ലേണർ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ അടുത്ത ജോബിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ ഇപ്പം പഠിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് റിയാക്ട് എടുക്കാം. റിയാക്ട് നിങ്ങൾക്ക് 2 വിധത്തിൽ പഠിക്കാല്ലേ. ഒന്നെങ്കിൽ അതിന്റെ കോർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് കോമ്പോണൻസ് തൊട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. എന്നിട്ട് എങ്ങനെ ഓരോ പുതിയ പുതിയ ലൈബ്രറീസും പുതിയ പുതിയ ടെക്നോളജീസും പുതിയ പുതിയ കാര്യങ്ങളും ഇത് നമ്മുടെ ബെറ്റർ ഡെവലപ്മെന്റിന് ഒപ്റ്റിമൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിലേക്ക് വരാം. ഇപ്പം നെക്സ്റ്റ് ഡേയ്സ് അല്ലെ പോപ്പുലർ ഫ്രെയിം വർക്ക് ആയതോടെ നെക്സ്റ്റ് ഡേയ്സോ അല്ലെങ്കിൽ റിമിക്സോ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിലേക്ക് വരാം. പക്ഷെ ജൂനിയർ ഡെവലപ്പേഴ്സ് ചിലപ്പോൾ നേരെ പോയിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ മതി, എനിക്ക് ഇപ്പൊ എങ്ങനെയും എന്റെ ഇപ്പോഴത്തെ ജോലി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള വിധത്തിൽ ഏതെങ്കിലും ചിലപ്പോൾ ഫ്രെയിം വർക്കിൽ നിന്നായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ വരുത്തുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്. നിങ്ങൾ ജസ്റ്റ് ആ ഫ്രെയിം വർക്കിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ ഒരു അണ്ടർനീറ്റ് ആയിട്ട് നിങ്ങൾ ലേൺ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ആക്ച്വൽ സോഴ്സ് കോഡുകൾ റീഡ് ചെയ്യുക, നിങ്ങൾ ഡിസൈൻ പാറ്റേൺസിനെ പറ്റി മനസ്സിലാക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ ലൈബ്രറീസിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ യൂസേജിനെ പറ്റി, അതിന്റെ വിഷ്യൂസിനെ പറ്റി എല്ലാം നിങ്ങളൊരു ഇൻഡെപ്ത് ടെക്നിക്കൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിനാണെങ്കിലും. അതായത് നെക്സ്റ്റ് ജോബിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ആയിരിക്കുക. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം തിങ്കിങ് ആണ്. അതായത്
നമ്മുടെ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ, സ്കെയിലബിലിറ്റി, പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു പോർഷൻ അസൈൻ ചെയ്താൽ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് പകരം ആ ടീം എങ്ങനെയാണ് ഓൾ ടുഗദർ വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ഡാറ്റാബേസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ, നമ്മുടെ സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സുകൾ നമ്മൾ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അവിടെ ക്യാഷിംഗ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, ഒപ്റ്റിമൈസേഷൻ ഓരോ ഡെവലപ്പറും പുതിയ പുതിയ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രോ ടിപ്പ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലേണിംഗ് ആക്സലറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച ലെവലിൽ ഓൾറെഡി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മെന്ററെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവരുടെ ഹെൽപ്പോടെ നിങ്ങളുടെ ഒരു ഗ്യാപ്പ്, ഒരു ജൂനിയർ സീനിയർ ലെവലിന്റെ ഇടയിലുള്ള ഒരു ടെക്നിക്കൽ ഗ്യാപ്പ്, ഒരു സ്കിൽ ഗ്യാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ദ കൊളാബറേഷൻ മൾട്ടിപ്ലയർ ആണ്. അതായത് ഇത് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും നിങ്ങളുടെ ഒരു ജേർണിയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, നിങ്ങളിപ്പോ ഒരു സ്ലോ ഡെവലപ്പർ ആണ്, ഒരു റെഗുലർ ഒരു ജൂനിയർ ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഒരു മാനേജർ ലെവലിൽ നിന്ന് ആലോചിക്കുമ്പോൾ അവര് നിങ്ങളെ ഒരു പ്രൊമോഷന് ചൂസ് ചെയ്യില്ല. പക്ഷെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഡെവലപ്പർ ആണ്, അവരുടെ ചുറ്റുമുള്ള ടീമിനെ എപ്പോഴും ബെറ്റർ ആക്കാൻ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അവരായിരിക്കും എപ്പോഴും ഒരു പ്രൊമോഷനിൽ ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് മാനേജറുടെ മൈൻഡിലേക്ക് വരുന്നത്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഡെവലപ്പേഴ്സ് അവരെപ്പോഴും എന്താ പറയാ, ഒരു പുതിയ ടീം മെമ്പർ വരുമ്പം അവരെ ഓൺ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും. അവരുടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കോഡ് റിവ്യൂസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ചുകൂടെ തോട്ട്ഫുൾ ആയിട്ടുള്ള എന്താ പറയുക, കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ്സിനുള്ള പോയിന്റ്സ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. അവരുടെ നോളജ് ആണെങ്കിലും അവര് എന്തെങ്കിലും ഇന്റർണൽ പ്രസന്റേഷനോ ഡോക്യുമെന്റ്സ് ഒരു ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒരു പ്രൊജക്ട്, ഒരു പുതിയ ഒരു പ്രൊജക്ട് ഒക്കെ വരുന്ന സമയത്ത് വോളണ്ടിയർ ആയിട്ട് നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത് പുതിയ ജൂനിയർ ഡെവലപ്പറിന്റെ മെന്റർ ആയിട്ട് നിൽക്കും. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ മാനേജർ, നിങ്ങളുടെ മാനേജർ ഒരു പ്രൊമോഷന് വരുമ്പോൾ അയാൾ ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്, ഞാൻ ഈ ഒരു ആളെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതെന്റെ ടീമിന് എഫക്റ്റീവ് ആയിരിക്കുമോ എന്നാണ്. ഒരു പുതിയൊരു ആളെ പുതിയൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ടീം എത്രത്തോളം അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യും ടീമിനെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ എന്നാണ്. അപ്പം ഒരു ഫാസ്റ്റ് ട്രാക്ക് ഡെവലപ്പറിനായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കൂടുതലും ചാൻസ് കൂടുതൽ വരിക. അപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. അതായത് ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സ്, നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു ഡെവലപ്പറും അല്ലെങ്കിൽ ഒരു സീനിയർ ഡെവലപ്പറും നിങ്ങൾ വിചാരിച്ച പൊസിഷനിൽ എത്തിയ ഒരാളും ഒരിക്കലും ഒരു ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആയിരിക്കില്ല. അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇൻഡിവിജ്വലി ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സ് മാത്രമായിരിക്കില്ല, അവരൊരു ബെറ്റർ ടീം മെമ്പർ കൂടി ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ബെറ്റർ വേയിൽ ഹെൽപ്പ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് ആണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവരുടെ കോഡിനെ ഡീറ്റെയിൽ ആയിട്ട് ബെറ്റർ ആയിട്ട് കോഡ് റിവ്യൂ ചെയ്ത് നല്ല ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബെറ്റർ സീനിയർ മെറ്റീരിയൽ ആണ്. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത പോയിന്റും, ഒരു പ്രൊയാക്റ്റീവ് പ്രോബ്ലം സോൾവർ ആയിരിക്കുക നിങ്ങൾ. അതായത് ഒരു ഫാസ്റ്റ് ട്രാക്ക് ഡെവലപ്പേഴ്സ് എപ്പോഴും അവരിങ്ങനെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടി നിൽക്കൂല. അതായത് നിങ്ങളുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് മെന്റാലിറ്റി, എല്ലാ കാര്യത്തിലും ഒരു ഇനിഷ്യേറ്റീവ് മെന്റാലിറ്റി ഉണ്ടാവുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു ടീമിൽ ചില കാര്യങ്ങൾ മാനുവൽ ടാസ്ക് ആയിരിക്കും, റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും വരുന്നത്. അതിനെ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബഗ്സ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ബെറ്റർ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ് പ്രോസസ്സ് കൊണ്ടുവരിക, ബെറ്റർ ആയിട്ടുള്ള ഇറർ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് കൊണ്ടുവരിക. അങ്ങനെ കോഡ് ബേസ് മെയിൻറ്റൈനബിൾ ആക്കുക. അതായത് ക്ലീൻ കോഡ് കോൺസെപ്റ്റ് ഒക്കെ അല്ലേ. അപ്പൊ എനിക്കൊരു ജൂനിയർ ഡെവലപ്പറിനെ അറിയാം. അതായത് അവർ ജോയിൻ ചെയ്ത സമയത്ത് എല്ലാ ദിവസവും രാവിലെ അവരുടെ ഒരു എൻറ്റയർ ടീം അവരുടെ ഒരു എൻവയോൺമെന്റ് ഇഷ്യൂസിനെ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് എടുത്തിട്ട് രാവിലെ സോൾവ് ചെയ്യുന്നത് കണ്ടു. അതപ്പോൾ ഇയാൾ ജസ്റ്റ് ഒരു ജൂനിയർ ഡെവലപ്പർ ആണ്. പക്ഷെ ഇയാൾ ജോയിൻ ചെയ്തതിന് ശേഷം അയാൾ ഒരു പുതിയ ഐഡിയ പറഞ്ഞു, നമുക്കൊരു വീക്കെൻഡ്, എല്ലാ വീക്കെൻഡും ഒരു ഇത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എഴുതി ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ, അതൊരു സീനിയർ ലെവൽ തിങ്കിങ് ആണല്ലേ. ഒരു ജൂനിയർ ആയിരുന്നു, പക്ഷെ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നു. ചിലപ്പോൾ അയാൾക്ക് ഒരു കംപ്ലീറ്റ് നോളജ് ഒന്നും ഉണ്ടാവില്ല ഇതെങ്ങനെയാണ് ടെക്നിക്കലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഒരു ഇനിഷ്യേറ്റീവ് അയാൾ എടുത്തു. അപ്പൊ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സീനിയേഴ്സിനൊക്കെ ഇതൊരു നല്ലൊരു അപ്രോച്ച് ആയി തോന്നി. അവരത് ഞാൻ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് എഴുതി
അപ്പൊ ഒരു ദിവസവും രാവിലെ 30 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നതാണോ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെച്ചപ്പം അവരൊരു പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് 3 ഏരിയാസിൽ മെയിൻ ആയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാം. ഒന്നാമത്തത് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോയ്മെന്റ് ഇപ്പൊ വർക്ക് ഫ്ലോസ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കാം. രണ്ടാമത്തത് ടെക്നിക്കൽ ഡെപ്റ്റ് റിഡക്ഷൻ ആണ്. അതായത് കോഡ് ക്ലീനപ്പ് ആണെങ്കിലും കോഡ് ഒന്നും കൂടെ മെയിൻറ്റനബിൾ ആക്കാനും റീഫാക്ടർ ചെയ്യാനും ഈസി ആക്കി കൊണ്ടുവരിക. അതുപോലെ ടീമിന്റെ കേസിലാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ടൂൾസ് ആണെങ്കിലും ഡോക്യുമെന്റേഷൻസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്താ ബാക്കിയുള്ളവരും കൂടെ പുതിയൊരാൾ വരുന്ന സമയത്ത് നമ്മുടെ ഒരു എൻ്റെ സിസ്റ്റം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ നിങ്ങൾ എഴുതുന്ന ഒരു മൊഡ്യൂളിന്റെ ബെറ്റർ ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും നാളെ അത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു വാണിംഗ് എനിക്ക് തരാനുള്ളത് എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ നേരെ പോയിട്ട് അങ്ങനെ ഈ ചേഞ്ച് അങ്ങ് കൊണ്ടുപോയി ചെയ്യരുത്. നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ സീനിയറുമായിട്ട് നിങ്ങളുടെ ടീമുമായിട്ട് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളെക്കാളും നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റിലാണെങ്കിലും ടെക്നിക്കൽ ഏരിയയിലും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവർക്ക് ചിലപ്പം ഈ ഒരു ഐഡിയന്റെ ഇഷ്യൂസ് ചിലപ്പോൾ അവര് ഈ ഐഡിയ നിങ്ങൾക്ക് മുന്നേ ആലോചിച്ചവരായിരിക്കും. എന്നിട്ട് കുറെ ഇഷ്യൂസ് കണ്ടിട്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ബെറ്റർ ആയിട്ടുള്ള ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ആ ഡിസ്കഷനിൽ നിന്ന് എന്താ പറയുക കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു കോഡ് ചേഞ്ചോ അല്ലെങ്കിൽ ചേഞ്ചോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഇനി അവസാനത്തെ പോയിന്റ്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ചേഞ്ച് ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സീനിയർ ഡെവലപ്പർ ആയതിനു ശേഷം അതിനെ പോലെ പ്രവർത്തിക്കാം അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കാന്ന് വിചാരിക്കരുത്. നിങ്ങളൊരു സീനിയർ ലെവലിലേക്ക് പ്രൊമോട്ടഡ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു സീനിയർ ആയിട്ട് ആക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്താ പറയുക സീനിയർ ആയി ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ വിചാരിച്ച പൊസിഷനിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്തോളും, സീനിയർ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഇപ്പൊ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അസൈൻ ചെയ്യുവാന്ന് വിചാരിച്ചു. ഒരു നോർമൽ ഡെവലപ്പർ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ജൂനിയർ ഡെവലപ്പറാണ്, എനിക്ക് കോംപ്ലക്സ് സിസ്റ്റത്തിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല, എനിക്കത് പറ്റത്തില്ല, ഇതറിയത്തില്ല, അങ്ങനെ അറിയില്ല, ഇങ്ങനെ അറിയില്ല പറയും. പക്ഷേ നിങ്ങൾ ഒരു എന്താ പറയുക പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബെറ്റർ ആവണം നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: ഓക്കെ, എനിക്ക് നിങ്ങളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് ലേൺ ചെയ്യാൻ പറ്റും, ഞാൻ ട്രൈ ചെയ്യാന്ന് അവർ പറയും. നിങ്ങളുടെ സീനിയേഴ്സും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ട്രൈ ചെയ്താലല്ലേ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇനി ബെറ്റർ ആക്കാനുണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്, എവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് ആവുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ അവരോട് പോയിട്ട് എനിക്ക് നീതി സിസ്റ്റത്തിൽ തൊടാനേ പറ്റില്ല, ഞാൻ ജൂനിയർ ഡെവലപ്പർ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം തരുമ്പം ഇതെന്റെ പണിയല്ല, ഞാൻ അത്രത്തേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം പറയുക, ഞാൻ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ എന്നെ എന്താ പറയാ ആരെങ്കിലും ഞാൻ ചെയ്യുന്ന വർക്ക് കണ്ടോളും അല്ലെങ്കിൽ അവര് നോക്കി എനിക്ക് പ്രൊമോഷൻ തന്നോളും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ നോക്കാൻ പോകുന്നില്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, എനിക്ക് മറ്റുള്ളവർക്ക് എന്റെ മേലിലുള്ള ആ ഒരു ഇംപ്രഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, എനിക്ക് എന്റെ ഈ ഒരു ഹാർഡ് വർക്ക് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ബെറ്റർ വേ നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ടീമിലേക്കുള്ള നിങ്ങളുടെ ആക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രൊമോഷൻ വന്നതിന് ശേഷം ആക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നതിന് പകരം നിങ്ങൾ ജൂനിയർ ലെവലിൽ നിന്നിട്ട് തന്നെ ഇതുപോലുള്ള സീനിയർ ലെവലിൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ വിചാരിച്ച ആ ഒരു പൊസിഷനിലേക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ എത്തും. അപ്പൊ നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് ജേർണിക്ക് എനിക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്സ് ഇതൊക്കെയായിരുന്നു. ഇനി ഇതിൽ കൂടുതൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ ഈ ഒരു ഇടയ്ക്ക് വായിച്ച ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. വൈ സം ജൂനിയർ ഡെവലപ്പേഴ്സ് ഗെറ്റ് പ്രൊമോട്ടഡ് ഇൻ 1 year വൈൽ അതേഴ്സ് ടേക്ക് 5. അപ്പൊ ഇതിനകത്ത് അവർ ഒരു പോയിന്റിലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ജൂനിയർ ഡെവലപ്പർ ഹു ഗെറ്റ്സ് പ്രൊമോട്ടഡ് ക്വിക്ലി ആൻഡ് വൺ ഹു സ്റ്റേസ് സ്റ്റക്ക് ഇൻ isn't a talent, it's their ability to think and act like a senior developer from day one.
അപ്പം പ്രസന്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഒന്ന് വായിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഡോക്യുമെന്റേഷൻ മുഴുവൻ വായിച്ചപ്പോഴാണ് എനിക്ക് ഒരു കുറച്ച് പോയിന്റ്സ് കിട്ടിയത്. പിന്നെ എന്റെ എക്സ്പീരിയൻസിനും ബാക്കിയുള്ളവരുടെ ഇതിന് മുന്നേ ഉള്ള കുറെ ആർട്ടിക്കിൾസിനൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഇത് മെമ്പേഴ്സ് ഒള്ളി ആണ്. നിങ്ങൾ കുറച്ച് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും കംപ്ലീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.